Hi dear students, welcome back to Indian Financial System. Indian Financial Systemത്തിന്റെ ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മണി മാർക്കറ്റിനെ കുറിച്ചായിരുന്നു. എന്താണ് മണി മാർക്കറ്റ്, അതുപോലെ തന്നെ മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ്, മണി മാർക്കറ്റിലെ കോമ്പോണൻസ് അല്ലെങ്കിൽ അതിൽ വരുന്ന പിന്നെ എലമെന്റ്സുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെയുള്ള മണി മാർക്കറ്റിനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെ. എന്താണ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണി മാർക്കറ്റ് ഷോർട്ട് ടേം ഫണ്ട്സുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ്, ഒരു പ്ലാറ്റ്ഫോം, അതിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫണ്ടിന്റെ ഷോർട്ടേജ് വരുന്ന സമയത്ത് ഷോർട്ട് ടേം പീരീഡിലേക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫണ്ടിന്റെ ആ ഒരു സോഴ്സ് എത്തിച്ചു നൽകുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെ. സോ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സുകളെ കുറിച്ചാണ്. പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ട്രഷറി ബിൽസ്, കോൾ ഓർ നോട്ടീസ് മണി, കൊമേഴ്ഷ്യൽ ബിൽസ്, സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്, ദെൻ കൊമേഴ്ഷ്യൽ പേപ്പർ, ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പന്റ് സർട്ടിഫിക്കറ്റ്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ്, റിപ്പോസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് മണി മാർക്കറ്റിൽ നമ്മൾ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഷോർട്ട് ടേം പീരീഡിലേക്ക് നമ്മുടെ ഷോർട്ട് ടേം ഫണ്ട്സിന്റെ ആ ഒരു റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ബാങ്കുകളും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും നോൺ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പിന്നെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇതിലെ ട്രഷറി ബിൽസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി വരുന്ന സെഷനുകളിൽ നമ്മൾ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സിനെ ഡീറ്റെയിൽ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പരിചയപ്പെടുന്നതാണ്. ഓക്കെ, എന്താണ് ട്രഷറി ബിൽ? ദീസ് ആർ ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടേം റിക്വയർമെന്റ്സ്. സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രൊമിസറി നോട്ടാണ് ട്രഷറി ബിൽ എന്ന് പറയുന്നത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്. ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടേം റിക്വയർമെന്റ്. ഗവൺമെന്റിന്റെ ഷോർട്ട് ടേം ഫണ്ട് റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു പ്രൊമിസറി നോട്ടാണ് ട്രഷറി ബിൽ എന്ന് പറയുന്നത്. ഇതിനെ ടി ബിൽ എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടാറുണ്ട്. ഇറ്റ് ഈസ് ദി കൈൻഡ് ഓഫ് ഫിനാൻസ് ബിൽ ഓർ പ്രൊമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ ദി ഗവൺമെന്റ്. Generally, it is issued as 14 or 19 or 182 or 364 days treasury bills. അതായത് സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രഷറി ബിൽ എന്ന് പറഞ്ഞാൽ പ്രൊമിസറി നോട്ടാണ്, ഒരു ഫിനാൻസ് ബില്ലാണ്. അപ്പൊ ഗവൺമെന്റ് ആണ് അത് ഇഷ്യൂ ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്? അത് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അതായത് ഇഷ്യൂയിങ്ങും അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അതിന്റെ ഡീൽ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ദെൻ ജനറലി അത് ഇഷ്യൂ ചെയ്യുന്നത്, അതിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് 14 ദിവസത്തിന് ഇഷ്യൂ ചെയ്യാറുണ്ട്. അതുപോലെ 91 ഡേയ്സ്, 182 ഡേയ്സ്, 364 ഡേയ്സ്, ഇങ്ങനെ ഈ രീതിയിൽ ഇതാണ് അതിന്റെ മെച്ചൂരിറ്റി ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡേകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്. Then T-bills are available for a minimum amount of rupees 25,000 and in multiples of rupees 25,000. Minimum 25,000 രൂപയുടെ ഒരു ട്രഷറി ബില്ലാണ് ഇഷ്യൂ ചെയ്യുന്നത്. Then multiples of 25,000. 25,000 മൾട്ടിപ്പിൾസ് ആയത് 50,000, അതുപോലെ തന്നെ 75,000, 1 lakh, 1,25,000, ഇങ്ങനെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. T-bills are issued at a discount rate and redeemable at par. അതായത് ഇഷ്യൂ ചെയ്യുന്ന ട്രഷറി ബില്ലിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് പറയുന്ന ഒരു പോയിന്റ് ആണിത്. ടി ബിൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ അത് റീസെയിൽ ചെയ്യുന്നത്, അതിന്റെ മെച്ചൂരിറ്റി ഡേറ്റിൽ എത്തുന്ന സമയത്ത് റിഡീം ചെയ്യുന്നത് അറ്റ് പാർ, അതായത് ഫേസ് വാല്യൂലാണ്. അപ്പൊ എന്താണ് ഡിസ്കൗണ്ട് വാല്യൂ, എന്താണ് ഫേസ് വാല്യൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ട്രഷറി ബില്ല് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണിത്. ടി ബിൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡീമബിൾ അറ്റ് പാർ എന്ന് പറയുന്നത്. അതായത് ഞാൻ എക്സാമ്പിളിലൂടെ പറയാം. നമ്മൾ ഒരു ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുകയാണ്, ഗവൺമെന്റ് 100 രൂപയുടെ ഒരു ട്രഷറി ബില്ലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആ ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിസ്കൗണ്ടഡ് റേറ്റ് എന്ന് പറയുന്നത് 98 ആണെന്ന് വിചാരിക്കുക. അതായത് 100 രൂപയുടെ ഒരു ട്രഷറി ബില്ല് അത് ഇഷ്യൂ ചെയ്യുന്നത് 98 രൂപക്കാണ്. ദെൻ അതിന്റെ മെച്ചൂരിറ്റി സപ്പോസ് ഒരു 91 ഡേയ്സിനാണ് ഈ ഒരു ബില്ല് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെ ആ 91 ദിവസം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബില്ല് നമുക്ക് പിന്നെ ഗവൺമെന്റിൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് അതിന്റെ ക്യാഷ് നമുക്ക് നൽകും. ആ ക്യാഷ് നൽകുന്നത് എത്രയായിരിക്കും? 100 rupees ആയിരിക്കും. അപ്പൊ നമ്മൾ നൽകിയത്, ഗവൺമെന്റിന് നൽകിയത്
98 ആണ്. നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഈ ബില്ല് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും റിട്ടേൺ ആയിട്ട് കിട്ടുന്ന എത്രയാണ്? 100 ആണ്. സോ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റേറ്റ്, സോറി, അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 rupees ആണ്. നമുക്ക് അതിന് കിട്ടിയ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 2 rupees ആണ്. അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇൻകം ആയിട്ട് വരുന്നത്, ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് 2 rupees ആണ്. സോ ഇതിനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് ആണ് ടി ബിൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് ആർ റിഡീമബിൾ അറ്റ് പാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫീച്ചർ കൊണ്ട് തന്നെ ടി ബിൽസിനെ സീറോ കൂപ്പൺ ബോണ്ട്സ് എന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ, അതായത് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സീറോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ഇൻട്രസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, അവിടെ വരുന്നില്ല. അതിന് പകരം അവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു രീതിയാണ്, അതായത് നമ്മൾ എത്ര രൂപയുടെ ബില്ലാണോ ഇഷ്യൂ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് അത് സെല്ല് ചെയ്യുന്നത്. ദെൻ അത് നമ്മൾ റീസെല് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, അതിന്റെ ഫുൾ വാല്യൂ, അതായത് ഫേസ് വാല്യൂ നമുക്ക് ലഭ്യമാകുന്നു. സോ എന്താണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞു? ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ RBI ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് പർച്ചേസ് ചെയ്യുന്ന ആൾ, ട്രഷറി ബില്ല് പർച്ചേസ് ചെയ്യുന്ന ആൾ, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള് നൽകേണ്ട എമൗണ്ട് ആണ് അവിടെ ഡിസ്കൗണ്ടഡ് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ പാർ അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടി ബില്ലിന്റെ മെച്ചൂരിറ്റി പീരീഡ് എത്തിക്കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റർക്ക് ലഭിക്കുന്ന എമൗണ്ട്, ടോട്ടൽ എമൗണ്ട്, അതിനെയാണ് നമ്മൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. ദെൻ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 98 ആണ്. ദെൻ അതിൽ നിന്നുള്ള റിട്ടേൺ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഈ രീതിയിലാണ് ട്രഷറി ബില്ലിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ പ്രധാനമായിട്ടും 2 ടൈപ്പിലാണ് ട്രഷറി ബിൽസ് ഉള്ളത്. ഒന്ന് ഓർഡിനറി ഓർ റെഗുലർ ടി ബിൽസ്, മറ്റൊന്ന് അഡ്ഹോക്ക് ടി ബിൽസ്. അതിൽ ഓർഡിനറി ഓർ റെഗുലർ ടി ബിൽസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഇഷ്യൂഡ് ടു ദി പബ്ലിക്, ബാങ്ക്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു റേസ് മണി ഫോർ മീറ്റിംഗ് ദി ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാങ്കുകൾക്കും അതുപോലെ തന്നെ പബ്ലിക്കിലേക്കും ഇഷ്യൂ ചെയ്യുന്ന പെർട്ടിക്കുലർ ബില്ലുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓർഡിനറി ബില്ല് അല്ലെങ്കിൽ റെഗുലറി ടി ബിൽസ് എന്ന് പറയുന്നത്. Then these are freely marketable. These can be bought and sold at any time. അതായത് ഏതൊരാൾക്കും, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനും, ഏതൊരു ഇൻഡിവിജ്വലിനും ഇത്തരത്തിലുള്ള ടി ബിൽസ് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഏത് സമയത്തും എന്ത് ചെയ്യാം, അത് മറ്റൊരാൾക്ക് നമുക്ക് ഫ്രീ രീതിയിൽ എന്ത് ചെയ്യാം, ട്രാൻസ്ഫറബിൾ ആണ്, അതായത് ട്രാൻസ്ഫർ ചെയ്യാം, മറ്റുള്ളവർക്ക് നമുക്കത് സെല് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലുള്ള ബില്ലുകളാണ് ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. എന്നാൽ അഡ്ഹോക്ക് ബിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ഇഷ്യൂഡ് ഇൻ ഫേവർ ഓഫ് ദി RBI ഓൺലി. They are not marketable and are not to the bank and general public. എന്നാൽ ഈ അഡ്ഹോക്ക് ബിൽസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കോ മാത്രമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ്. അതായത് ജനറൽ പബ്ലിക്കുകളിലേക്കോ അല്ലെങ്കിൽ മറ്റു ബാങ്കുകളിലേക്കോ ഒന്നും ഈ ഒരു ടി ബില്ലിന്റെ സെല്ലിങ് നടക്കുന്നില്ല. അതിന് പകരം RBI മാത്രമായിട്ട് അല്ലെങ്കിൽ മറ്റു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് മാത്രമായി, സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് മാത്രമായിട്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ട്രഷറി ബില്ലുകളെയാണ് നമ്മൾ അഡ്ഹോക്ക് ടി ബിൽസ് എന്ന് പറയുന്നത്. ദേ ആർ നോട്ട് സോൾഡ് ത്രൂ ടെൻഡർ ഓർ ഓപ്ഷൻ. അതായത് ഓർഡിനറി ബിൽസ് എന്ന് പറയുന്നത് ഓപ്ഷനിലൂടെയാണ് സെല് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെൻഡറിലൂടെയാണ് ട്രഷറി ബില്ലുകൾ എന്ത് ചെയ്യുന്നത്, സെല് ചെയ്യുന്നത് RBI. എന്നാൽ ഈ ഒരു ബില്ല്, അതായത് അഡ്ഹോക്ക് ടി ബിൽസ് ഒരിക്കലും അങ്ങനെ ടെൻഡറിലൂടെ ഓപ്ഷനിലൂടെ പബ്ലിക്കിന് അത് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. ദേ ആർ പർച്ചേസ്ഡ് ബൈ ദി RBI ഓൺ ടാപ്പ്. The RBI is authorized to issue currency notes against these. അതായത് RBI ആണ് എന്ത് ചെയ്യുന്നത്, അത് പർച്ചേസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഗവൺമെന്റുകൾ, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യും, അത് RBI പർച്ചേസ് ചെയ്യും. RBI എന്ത് ചെയ്യും, അതിന് ആ ഒരു എത്ര എമൗണ്ട് ആണെന്ന് വെച്ചാൽ അത്രയും എമൗണ്ടിന്റെ മുകളിൽ കറൻസി ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അഡ്ഹോക്ക് ടി ബിൽസ് വരുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റെഗുലർ ടി ബിൽസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനും ഗവൺമെന്റ് ബാങ്കുകൾക്കും എല്ലാവർക്കും അത് അവൈലബിൾ ആണ്. എന്നാൽ അഡ്ഹോക്ക് ടി ബിൽസ് പബ്ലിക്കിന് അവൈലബിൾ അല്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത് ഓൺ ദി ബേസ് ഓഫ് പീരിയോഡിസിറ്റി ടി ബിൽസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. നമ്മൾ നേരത്തെ പറഞ്ഞാണ് 14 ഡേയ്സ് ടി ബിൽസ് ഉണ്ട്, 91 ഡേയ്സ് ടി ബിൽസ്, ദെൻ 182 ഡേയ്സ് ടി ബിൽസ്, 364 ഡേയ്സ് ടി ബിൽസ്. ഈ രീതിയിലുള്ള ടി ബിൽസുകൾ വരുന്നുണ്ട്. അതിന്റെ ഡേറ്റ്, അത് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ആണ് RBI. ഫസ്റ്റ് 140 ഡേയ്സ് ടി ബിൽസ് RBI ഇഷ്യൂഡ് 40 ഡേയ്സ് ടി ബിൽസ് ഇൻ ജൂൺ 1977. Maturity period is in 14 days. The auction is on every Friday of every week. And 14 days ടി ബിൽസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള 1977 മുതലാണ്. Then maturity period എന്ന് പറയുന്നത് 14 days ആണ്. എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്യും, അതിന്റെ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്.
ദെൻ 91 ഡേയ്സ് ടി ബിൽസ് എന്ന് പറയുന്ന മെച്ചൂരിറ്റി 91 ഡേയ്സ് ആണ്. അതിന്റെ ഓപ്ഷൻ, അതിന്റെ സെല്ലിംഗ് നടക്കുന്നത് എപ്പോഴാണ്? എല്ലാ വീക്കിലും ഫ്രൈഡേസ് ആണ് ഉണ്ടാവുന്നത്. ദെൻ 182 ഡേയ്സ് എന്ന് പറയുമ്പോൾ മെച്ചൂരിറ്റി ഡേയ്സ് എന്ന് പറയുന്നത് 182 ഡേയ്സ് ആയിരിക്കും. ഇറ്റ് ഈസ് എ വേരിയബിൾ ഇൻട്രസ്റ്റ് ബിൽസ് വിച്ച് ആർ സോൾഡ് ത്രൂ പബ്ലിക് ഓപ്ഷൻ. പബ്ലിക് ഓപ്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അത് സെല്ല് ചെയ്യുന്നത്. അതിൽ ഇറ്റ്സ് ഓപ്ഷൻ ഈസ് ഓൺ എവറി ഓൾട്ടർനേറ്റീവ് വെനസ്ഡേ. എല്ലാ ഓൾട്ടർനേറ്റീവ് വെനസ്ഡേയിലും എന്ത് ചെയ്യും? അതായത് ഫോർട്ട്നൈറ്റ്ലി ആയിട്ട് 2 ആഴ്ച കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? എല്ലാ ബുധനാഴ്ചകളിലും, 2 ആഴ്ച കൂടുന്നതിൽ എല്ലാ ബുധനാഴ്ചകളിലും എന്ത് ചെയ്യും? ഇത് ഈ ഒരു 182 ഡേയ്സിന്റെ ബില്ല് സെല് ചെയ്യുന്നതാണ്. Then 364 days T bill issue ചെയ്യുന്നത് മെച്ചൂരിറ്റി 364 days ആണ്. ഇറ്റ്സ് ഓപ്ഷൻ ഓൺ എവറി ഓൾട്ടർനേറ്റീവ് വെനസ്ഡേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, ഫോർട്ട്നൈറ്റ്ലി ആയിട്ടാണ് വരുന്നത്. സോ ഇത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ടൈപ്പ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ മറ്റു ഡീറ്റെയിൽസിലേക്ക് പോവാം. അതായത് ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ് നെക്സ്റ്റ് പറയുന്നത്. എന്ത് ബെനിഫിറ്റ് ആണ് ഒരു ടി ബില്ല് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ നാഷനും അതുപോലെ തന്നെ എക്കോണമിക്കും ഗവൺമെന്റിനും ബാങ്കുകൾക്കും ഇൻവെസ്റ്റേഴ്സിനും ലഭിക്കുന്നത്? പ്രധാനമായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് വെരി സേഫ്. അതായത് ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന്റെ റിട്ടേണും ഇത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും ഒക്കെ എന്താണ്? സേഫ് ആണ്. അത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് ഇസ് ലിക്വിഡിറ്റി എന്നുള്ളതാണ്. അതായത് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഒരു പിന്നെ ഇൻസ്ട്രുമെന്റ് ആണ് ടി ബിൽ എന്ന് പറയുന്നത്. ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാം? അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്, മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബില്ലാണ് ടി ബിൽ എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റുകൾക്കൊക്കെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് ടി ബിൽസ് എന്ന് പറയുന്നത്. മിനിമം ടൈമിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ 91 ഡേയ്സിലേക്കൊക്കെ, അത്തരത്തിൽ വളരെ കുറഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ടി ബിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹെൽപ്ഫുൾ ടു എഫക്റ്റീവ് ഫണ്ട് മാനേജ്മെന്റ്. ഫണ്ട് മാനേജ്മെന്റിന് വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ടി ബിൽസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വളരെ കുറഞ്ഞ സമയത്തേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സപ്പോസ് നമ്മുടെ അടുത്തൊരു സർപ്ലസ് ഫണ്ട് ഉണ്ട്, ആ സർപ്ലസ് ഫണ്ട് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോൾ ആവശ്യമില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യം വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണെങ്കിൽ അത്തരത്തിൽ ആ പീരീഡ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. സപ്പോസ് നമ്മുടെ അടുത്തൊരു 10,000 രൂപയുണ്ട്, അല്ലെങ്കിൽ 25,000 രൂപയുണ്ട്. ആ 25,000 രൂപ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു 2 മാസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പിന്നെ 100 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്യാഷിന്റെ ആവശ്യം വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് 91 ഡേയ്സിന്റെ ടി ബില്ലിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഫണ്ടിനെ മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ടി ബില്ല് കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഹെൽപ്ഫുൾ ടു മീറ്റ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ, അതായത് നമുക്കറിയാം ക്യാഷ് റിസർവ് റേഷ്യോ, ബാങ്കുകൾ മിനിമം ഒരു റിസർവ് റേഷ്യോ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തില് ബാങ്കുകൾക്ക് കീപ്പ് ചെയ്യേണ്ട റിസർവ് റേഷ്യോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തരത്തിൽ ടി ബില്ല് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട് ടു ഗവൺമെന്റ്. ഗവൺമെന്റുകൾക്ക് ഷോർട്ട് ടേം ഫണ്ടിന്റെ റിക്വയർമെന്റ് വരുമ്പോൾ അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ടി ബിൽസ് എന്ന് പറയുന്നത്. ദെൻ ഹെൽപ്ഫുൾ ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ ടെക്നിക്ക് കൂടെയാണ് ടി ബിൽസ് എന്ന് പറയുന്നത്. സോ ഗവൺമെന്റിനൊക്കെ അത്തരത്തിൽ മോണിറ്ററി പോളിസീസും അതുപോലെ തന്നെ എക്കോണമിയുടെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനും അതിനൊക്കെ കൺട്രോൾ ചെയ്യാനും ടി ബിൽസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം തന്നെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ എക്കോണമിയെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, പുവർ ഈൽഡ് എന്നുള്ള, അത് ഇൻകം വളരെ കുറവായിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രത്തോളം വലിയൊരു ഇൻകം എന്ത് ചെയ്യുന്നില്ല ഈ ഒരു ടി ബിയിൽ നിന്ന്, നമ്മുടെ ട്രഷറി ബില്ലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള. ദ ഈൽഡ് ഫ്രം ടി ബി ഇസ് ദ ലോവസ്റ്റ്. ലോങ് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഫെച്ച് മോർ ഇൻട്രസ്റ്റ് ആൻഡ് ഹെൻസ് സബ്സ്ക്രിപ്ഷൻ ഫോർ ടി ബിസ് ആർ ഓൺ ദി ഡിക്ലൈൻ ഇൻ റീസെന്റ് ടൈംസ്. വളരെ കുറഞ്ഞതായതുകൊണ്ട്, വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, വളരെ കുറഞ്ഞ ഇൻകം ആയതുകൊണ്ട് തന്നെ ആ ഒരു സബ്സ്ക്രിപ്ഷൻസ് ടി ബിയിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിന് മനസ്സിലാവുന്നത്. നെക്സ്റ്റ്, ആബ്സെൻസ് ഓഫ് കോമ്പറ്റീറ്റീവ് ബിഡ്സ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്ഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നുണ്ട് എങ്കിലും അത് ട്രഷറി ബില്ലുകൾ സെല്ല് ചെയ്യുന്നത് ഓപ്ഷനിലൂടെയാണ്. നമ്മൾ പറഞ്ഞ ഓരോ വെള്ളിയാഴ്ചയും ബുധനാഴ്ചയൊക്കെ ആയിട്ട് അത് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ബിഡിങ് അവിടെ നടക്കുന്നില്ല, അതായത് ഓഫറിങ് നടക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു വലിയ ഒരു ഫോൾട്ട് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദോ ടിവിസ് ആർ സോൾഡ് ത്രൂ ഓപ്ഷൻ ഇൻ ഓർഡർ ടു എൻഷുർ മാർക്കറ്റ് റേറ്റ്സ് ഫോർ ദി ഇൻവെസ്റ്റേഴ്സ്, in actual practice competitive bids are conspicuously absent. RBI is compelled to accept these non-competitive bids, hence adequate return is not available. It makes TBs unpopular. അത് ടി ബി അൺപോപ്പുലർ ആവുള്ള കാരണം
അതിൽ ഏറ്റവും വലിയൊരു കാരണമായിട്ട് പറയുന്നത് അവിടെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ബിഡിങ് അവിടെ നടക്കുന്നില്ല. അതായത് നമ്മൾ ലേലം വിളിക്കുന്ന പോലെ എന്ത് ചെയ്യുന്നില്ല, ആളുകൾക്ക് വിളിച്ച് അത് എത്ര എമൗണ്ടിനെ പർച്ചേസ് ചെയ്യാം ആ രീതിയിൽ വരുന്നില്ല. എന്ത് ചെയ്യുന്നു, RBI അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു അതോറിറ്റി എന്ത് ചെയ്യണം, അതിനൊരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നു, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. ദെൻ ആബ്സെൻസ് ഓഫ് ആക്റ്റീവ് ട്രേഡിംഗ്. ആക്റ്റീവ് ട്രേഡിംഗ് ഇല്ല, അതിന്റെ ഒരു ആബ്സെൻസ് പറയുന്നുണ്ട്. ജനറലി ദി ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് TBs till maturity and they do not come for circulation. Hence active trading in TB is adversely affected. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാള് ഒരു TB പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുന്നില്ല, അത് റീസെൽ ചെയ്യുന്നില്ല, അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അയാൾ മെച്ചൂരിറ്റി പീരീഡ് ആകുന്നവർ എന്ത് ചെയ്യാണ്, അത് കീപ്പ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നില്ല, ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ട്രേഡിംഗ് ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ TB എന്ത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം പീരീഡിലേക്ക് ഷോർട്ട് ടേം ഫണ്ട് റിക്വയർമെന്റിന് വേണ്ടി ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന പിന്നെ ബില്ലിനാണ് ട്രഷറി ബിൽ എന്ന് പറയുന്നത്. 14 ഡേയ്സിന്, 91 ഡേയ്സിന്, 182 ഡേയ്സിന്, 364 ഡേയ്സിന് ഈ പീരീഡുകൾക്കാണ് ഈ ഒരു ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്. ബില്ലുകൾ ഏതൊരു ഇൻഡിവിജ്വലിനും, അതായത് പബ്ലിക്കിനും അതുപോലെ തന്നെ ബാങ്കുകൾക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. മിനിമം എമൗണ്ട് 25,000 ആണ്. ദെൻ മൾട്ടിപ്പിൾസ് ഓഫ് 25,000 ആണ്. ടൈപ്സ് ഓഫ് ബിൽസ് പറയുന്ന ഓർഡിനറി ബിൽ ഉണ്ട്, അഡ്ഹോക് ബിൽസ് ഉണ്ട്. ദെൻ പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞാൽ വളരെ സേഫ് ആണ്, ലിക്വിഡ് ആണ്, അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് സൂട്ടബിൾ ആണ്, എഫക്റ്റീവ് ഫണ്ട് മാനേജ്മെന്റ് ഹെൽപ്ഫുൾ ആണ്, സ്റ്റാറ്റുട്ടറി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന് ഷോർട്ട് ടൈം ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇൻഫ്ലേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടിന്റെ അല്ലെങ്കിൽ ക്യാഷിന്റെ സർക്കുലേഷനോ കൺട്രോൾ ചെയ്യാൻ TBയിലൂടെ സാധിക്കുന്നുണ്ട്. ദെൻ അതിന്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ പൂർ ഈൽഡ്, ആബ്സെൻസ് ഓഫ് കോമ്പറ്റീറ്റീവ് ബിഡ്, ആബ്സെൻസ് ഓഫ് ആക്റ്റീവ് ട്രേഡിംഗ്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ബാക്കി മറ്റു ഇൻസ്ട്രുമെന്റ്സുകൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.